പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഈ മുഖത്തെ പാടുകൾ ശ്രദ്ധിക്കണം. നെറ്റിയിൽ പാട്, ഇവിടെ പാട്, ഇവിടെ ഇങ്ങനെ, അങ്ങനത്തെ പാടുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ ലിവറാണ്, ലിവർ റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. അതിനകത്ത് രക്തയോട്ടം പ്രോപ്പറാകാതെ ലിവർ ഫാറ്റ് ലിവറായി അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ അവർക്ക് ശ്രദ്ധിച്ചാൽ മതി, അവരുടെ വയറ് ചാടിയിരിക്കും. ശരീരം മൊത്തത്തോടെ വലുതാണോന്നൊന്നുമില്ല, വയറ് മാത്രം വലുതായിരിക്കും. കൈയും കാലും ഒക്കെ വണ്ണം കാണത്തില്ല, കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഓർക്കേണ്ട കാര്യം ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആണ് എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. ഈ സെയിം കാര്യങ്ങൾ സ്ത്രീകളിലും സംഭവിക്കും. സ്ത്രീകളിൽ ഫാറ്റ് ലിവർ കൊണ്ട് മുഖത്തെ പാടുകൾ കുറവായിരിക്കും, പക്ഷേ ഇവർക്ക് തൈറോയ്ഡ് പ്രശ്നം കൊണ്ട് മുഖത്ത് കളർ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ചിലപ്പം ചില ഡോട്ട്സ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ കറുപ്പ് റൗണ്ടായിട്ട് വരും, ചിലപ്പം മുഖം മൊത്തത്തോടെ ഇരുണ്ട് വരും. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീനും തൂത്ത് വെയിലത്ത് പോകാതെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് മൾട്ടി വിറ്റാമിനും കഴിച്ച് നടക്കും. ഇതേ കൊടുക്കാനുള്ളൂ പൊതുവെ. പിന്നെ കുറച്ചുകൂടെ ഇതുള്ള ആൾക്കാർ കെമിക്കൽ പീലിംഗ് ചെയ്യും, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഇങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യും. ഇതെന്ത് ചെയ്താലും കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് പിന്നെ ഇത് തന്നെ, കാരണം പ്രശ്നം മാറുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുവാണ് നോട്ട് ചെയ്തോ. ഞാൻ പറഞ്ഞ കുറച്ച് ടെസ്റ്റുകൾ നിങ്ങൾ എവിടെയെങ്കിലും ചെയ്ത് നോക്കിക്കോ. വേറെ ഒന്നുമല്ല, ആ ടെസ്റ്റുകൾ നമുക്ക് അതിനുവേണ്ടി ഒരു ഡോക്ടറുടെ പുറകെ നടക്കണ്ട. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല, ഞാൻ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ആ ടെസ്റ്റ് ചെയ്തു എല്ലാം ചെയ്തു എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇത് ഒരു ആശുപത്രിയിലും പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു ലാബിൽ നിന്ന് വേണമെന്ന്. ലാബ് ലോക്കൽ ലാബുകളല്ല, അത് സാധാരണ ടൈപ്പ് വില കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാബുകളിൽ പോവരുത്. അത് ആ പൈസ വേസ്റ്റാണ്, കാരണം അവിടെ പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. സോ അതുകൊണ്ട് കുറച്ച് നല്ല ലാബുകളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാബുകൾ. എനിക്ക് ഒരു ലാബുമായിട്ട് ടൈപ്പില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്തോ, പക്ഷേ ലോക്കൽ സ്ഥലങ്ങളിൽ ചെയ്യാതിരുന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ലോക്കൽ സ്ഥലത്ത് നല്ല ലാബിലാണെങ്കിൽ നല്ലത്. അപ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ കാലിൻ്റെ പുകച്ചിൽ, കാലുകഴപ്പ്, കടച്ചിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, മറവിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ക്ഷീണം, എപ്പോഴും ക്ഷീണം പറയുന്ന ആൾക്കാരില്ലേ, അതേപോലെ തന്നെ കൈക്ക് തരിപ്പ് വരുന്ന ആൾക്കാരുണ്ട്, കഴുത്തിൽ നിന്ന് കയ്യിലേക്കുള്ള വേദന, നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദന, ഇങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, അവർ ചെക്ക് ചെയ്യേണ്ട രണ്ട് പ്രധാന ടെസ്റ്റ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയും വിറ്റമിൻ B12. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പക്ഷെ ഈ രണ്ട് ടെസ്റ്റിനും ഒരു ടെസ്റ്റിന് 1000 രൂപ വരും. അതുകൊണ്ട് ഇപ്പോഴേ ഓടിപ്പിടിച്ച് ചെയ്യുമൊന്നും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബ്ലഡ് എടുക്കുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ അന്നേരം ഈ രണ്ട് കാര്യങ്ങളും നോക്കുന്നത്. ഇനി നോൺ വെജും കാര്യങ്ങളും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് വിറ്റമിൻ B12 ചെക്ക് ചെയ്യണം. എപ്പോഴും ക്ഷീണം പറയുന്ന ആൾക്കാർ നോക്കിയാൽ മതി. പിന്നെ പൊതുവേ നമ്മൾ ചെക്ക് ചെയ്യുന്നത് HB ആണ്, അല്ലേ, ഹീമോഗ്ലോബിൻ. അതല്ല, അത് നിങ്ങൾ ചെയ്തു. പക്ഷേ അയൺ, ഇരുമ്പ് സത്ത് പറയില്ല, അയനാണ് നമ്മൾ നേരായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഈ പല തൈറോയ്ഡ് പ്രശ്നമുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ, ഇവർ തൈറോനോം എടുക്കും, എന്നിട്ട് TSH നോർമലാവും. പക്ഷെ ഇവർക്ക് എപ്പോഴും ക്ഷീണവും വേദനയും ബുദ്ധിമുട്ടും മുടി ഒഴിച്ചിലും തന്നെയായിരിക്കും. കാരണം അവരുടെ മെയിൻ പ്രശ്നം വിറ്റമിൻ ഡിയും അയനും കുറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അയൺ എത്ര ഉള്ളതെന്നാണ് അറിയേണ്ടത്. HB ചിലപ്പോൾ അവർക്ക് 12, 13, 14 കിടക്കും. അയൺ ടെസ്റ്റ് ഉണ്ട്. ഫെറിറ്റിൻ എന്ന് വേറെ ഒരെണ്ണമുണ്ട്, അയൺ വേറെ. ഞാൻ എപ്പോഴും HB അല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, അയനും ഫെറിറ്റിനുമാണ്. ക്ഷീണമുണ്ടോ, ഈ രണ്ട് സാധനമാണ് നോക്കേണ്ടത്. അപ്പോൾ ആലോചിച്ചോണേ, വിറ്റമിൻ B12, വിറ്റമിൻ ഡി, അയൺ, ഫെറിറ്റിൻ, ഇത് ഇത്രയും ക്ഷീണമുള്ള ആൾക്കാർ, കടച്ചിൽ വേദനയുള്ള ആൾക്കാർ, മുടിയൊഴിച്ചിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള തരിപ്പ്, കടച്ചിൽ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർ ഓക്കെ, ഷുഗർ ഇല്ലാത്തവരില്ലേ, ഷുഗർ ഇല്ലാത്തവർ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യും, അല്ലേ, ഷുഗർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതല്ല, അത് ഷുഗർ ഉണ്ടായതിന് ശേഷം കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഫാസ്റ്റിംഗ് ഷുഗർ. എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം എത്ര ഉണ്ടെന്ന് അറിയാൻ. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എത്ര നാളുകൊണ്ട് വരും, ഇപ്പൊ ഏത് അളവിലാണ് കിടക്കുന്നത്, ഇനി മുന്നോട്ട് എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്.
നമ്മൾ വന്നോ 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 എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വന്നു, ഇനി തുടങ്ങിക്കാൻ വരുന്നത്. അതുകൊണ്ട് എന്ത് കാര്യം? നമുക്ക് നേരത്തെ അറിയണം. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പം കുഴി ഉണ്ടെന്ന് നേരത്തെ അറിയുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. കുഴി വീണ് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്ത് കാര്യമില്ല. അതേപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് അതിന് പറയുന്നത്.